കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ബാബു ജോൺ. ഞാൻ ആലുവയിൽ താമസിക്കുന്നു. 1995 എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ ഈ തരുണത്തിൽ പ്രസ്താവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ വലത്ത് കൈയിൽ ഒരു പെരുപ്പ് അനുഭവപ്പെട്ടു. ചില നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ കൈയുടെ കോർഡിനേഷൻ പൂർണ്ണമായി നഷ്ടമായി. എൻ്റെ ഒരു വശം ബലഹീനമാകുവാൻ ഇടയായി തീർന്നു. ഒടുവിൽ അപ്പോളോ ഹോസ്പിറ്റൽ മദ്രാസിലേക്ക് ഒരു MRI സ്കാനിന് വേണ്ടി എന്നെ അയച്ചു. MRI സ്കാൻ റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു: എൻ്റെ പിറ്റ്യൂട്ടറിയിൽ 7x7x4 mm ഒരു ഗ്രോത്ത്. ഇതിന് പ്രതിവിധി ഓപ്പറേഷൻ മാത്രം, സക്സസ് 1%. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു ദിവസം വിശുദ്ധ സഭായോഗത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PR ബേബിയിൽ കൂടെ ദൈവത്തിൻ്റെ ആലോചന എന്നോട് ഇപ്രകാരം അറിയിച്ചു: ഒരു ഓപ്പറേഷൻ കൂടാതെ ദൈവം നിന്നെ സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ ആലോചന ഞാൻ ഏറ്റെടുത്തു. വീണ്ടും ഓപ്പറേഷനോടുള്ള ബന്ധത്തിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലേക്ക് കടന്നുപോയി. അവിടെ വീണ്ടും ഒരു MRI സ്കാൻ എടുത്തപ്പോൾ ആ MRI സ്കാനിലെ റിപ്പോർട്ട് ഇപ്രകാരമായിരുന്നു: നോൺ വിഷ്വലൈസേഷൻ ഓഫ് ദ പിറ്റ്യൂട്ടറി അഡിനോമ ഡിറ്റക്റ്റഡ് ഇൻ ദ പ്രീവിയസ് MRI. ഇതിന് മുമ്പെടുത്ത MRI സ്കാനിൽ കാണുന്ന ആ ഗ്രോത്ത് അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നെ സൗഖ്യമാക്കിയ യേശുവിന് എല്ലാ മഹത്വവും. ആ യേശുവിന് നിങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിയും. ദൈവനാമ മഹത്വപ്പെടുത്തേ. പടക് ആഴത്തിലേക്ക് നീക്കൂ. നീയും കൂട്ടാളികളും ചേർന്ന് മീൻ പിടിക്കുവാൻ വലയിറക്കുവിൻ. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യാക്കോബ്, യോഹന്നാൻ, നിങ്ങൾ പടകുമായി ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. വേഗമാകട്ടെ. ഒരു നിവൃത്തിയുമില്ല, ഞങ്ങൾക്ക് വല നിറയെ മീൻ ലഭിച്ചിരിക്കുന്നു. മതി മതി, അത് മതി. കർത്താവ്, എന്നെ വിട്ടു പോകണമേ. ഞാൻ പാപിയായ മനുഷ്യനാണ്. ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും.